ഒരു അഭിമുഖത്തിൽ സലീം കുമാർ ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു ബന്ധുവിൻ്റെ മരണത്തിന് ശേഷം, മരണചടങ്ങുകൾക്ക് ശേഷം വീട്ടിലെത്തിയപ്പോൾ രാത്രി TV ഓണാക്കി വെച്ചപ്പോൾ താൻ കണ്ട പാട്ട് ഗ്രാമഫോൺ എന്ന സിനിമയിൽ എന്തേ ഇന്നും വന്നില്ല എന്നൊരു പാട്ടാണ്. ആ പാട്ടിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നവരല്ല, അതിനൊപ്പം തനിക്കൊപ്പം ഉണ്ടായിരുന്നവരാരും ഇന്ന് ജീവനോടെ ഇല്ല, തനിക്ക് ചുറ്റുമില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാതൊരു ഭയം തോന്നി, ഭയങ്കര ആശങ്ക തോന്നി. അതിനുശേഷം ഞാനത് TV ഓഫ് ചെയ്ത് വെക്കുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മനസ്സിലാകണമെന്നില്ല, പക്ഷെ എനിക്കതൊരു വല്ലാത്ത ഫീലായിരുന്നു. തനിക്കൊപ്പം ഉണ്ടായിരുന്നവരാരും തന്നെ ആ പാട്ടിലില്ല, ഞാൻ മാത്രമാണ് ഇന്ന് ജീവനോടെ ഉള്ളത്. ആ സലീം കുമാറാണ് നമ്മളെ വിട്ടിന്ന് പോയിരിക്കുന്നത്. മലയാള സിനിമയുടെ ഒരു തിലകക്കുറി തന്നെയായിരുന്നു സലീം കുമാർ. നമ്മളെ ദേശീയ അന്തർദേശീയ വേദികളടക്കം ചിരിപ്പിക്കുകയും കണ്ണു നനയിപ്പിക്കുകയും ചെയ്തൊരു നടനായിരുന്നു. നടൻ എന്നത് വലിയൊരു മികച്ചൊരു വ്യക്തി കൂടിയായിരുന്നു സലീം കുമാർ. ഈ ഒരു സലീം കുമാറിൻ്റെ വിയോഗമാണ് ഇന്ന് മലയാള സിനിമയിലും മലയാളക്കരയിലും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ ഘട്ടത്തിൽ സലീം കുമാറിനെ ഓർത്തെടുക്കാം? തീർച്ചയായും ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ഗ്രാമഫോണിൽ തബലഭാസ്കരനോട് ഒന്നിച്ച പാട്ട് പാടുന്നതായി ചുണ്ടനക്കുന്നത് മുരളിയാണ്. എന്തേ ഇന്നും വന്നില്ല എന്ന് ചോദിക്കുന്നത് മുരളിയാണ്. അവർ ഒരുമിച്ച് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മുരളി അങ്ങനെ തുടങ്ങിയ ഒരു പറ്റം അതുല്യ കലാകാരന്മാരായിരുന്നു ആ കാലഘട്ടത്തിലെ നടന്മാർ. തീർച്ചയായും ആ ഫ്രെയിമിലുണ്ടായിരുന്നത്. അവരും സലീം കുമാറിനോട് എന്തേന്നും വന്നില്ല എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. സലീം കുമാർ ആ വിളി കേട്ടു അവർക്കരികിലേക്ക് പോയിരിക്കുന്നു. നേരത്തെ അദ്ദേഹം ഒരിക്കൽ കൊച്ചി ഹനീഫയെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, പിന്നെ ഞാൻ അദ്ദേഹത്തെ തീർച്ചയായും കാണും, പിന്നെ എനിക്ക് ഇപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. സലീം കുമാർ എന്നൊരു നടനെക്കുറിച്ച് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ് അവരുടെ കരികിലേക്കാണ് പോകുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു പറ്റം കലാകാരന്മാർ നമുക്ക് ആ ഫ്രെയിം, ആ കാലഘട്ടത്തിലെ ഇപ്പം ജീവൻ ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെ ഈ മലയാളക്കരയിലെ മരണം ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഒരു തലമുറയാകെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഇവരുടെ ആദ്യത്തെ സീനിലൊക്കെ, പിന്നെ ഈ സിനിമയുടെ ആദ്യ ഹാഫ്, സലീം കുമാറിൻ്റെ ആദ്യ ഹാഫൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അല്ല, സിനിമയുടെ തന്നെ ഒരുപാട് ചിരിപ്പിച്ചു. പിന്നീട് സീരിയസ്, ഈ തബലഭാസ്കരനായിരുന്നു സീരിയസ് വേഷങ്ങളിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. അതിലൊരു പിന്നെ ഫുൾ സീരിയസ് ആണെന്ന് പറയാൻ പറ്റില്ല, ഗംഗിൽ കൂടി കമൽ കൊണ്ടുവന്നത്. പിന്നെയായിരുന്നു പെരുമഴക്കാലത്തിലേക്ക് വരുന്നത്, അച്ഛനുറങ്ങാത്ത വീട്ടിലേക്ക് വരുന്നത്, ആദാമിൻ്റെ മകനിലേക്ക് വരുന്നത്, ഈ പെരുമഴക്കാലത്തിലേക്ക് വരുന്നത്, ഈ പറഞ്ഞ സിനിമകളൊക്കെ വരുന്നത്. അത് സലീം കുമാറിൻ്റെ 2 പകർപ്പുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ചിരിപ്പിക്കുന്നു പറഞ്ഞാൽ അങ്ങേയറ്റം ചിരിപ്പിക്കുന്നത്. ഇപ്പോഴും കണ്ണൻ സ്രാങ്ക് മുതൽ പ്യാരി മുതൽ നമുക്ക് പറയാൻ പറ്റത്. എനിക്കൊന്നും മാമുക്കോയെ കഴിഞ്ഞാൽ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. ഞാൻ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയധികം തగ్గടിച്ചൊരു, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരിക്കലെങ്കിലും ഇവരുടെ ഡയലോഗ് പറയാതെ നമ്മൾ പോകാറില്ല, ഉണ്ടാവും തോന്നില്ല, കാണാതെ പോകാറില്ല. നമ്മളിപ്പോൾ സുഹൃത്തുക്കളെ സംസാരിക്കുമ്പോൾ തന്നെ കൊച്ചി എത്തി പറഞ്ഞത്, ഇതിങ്ങനെ നടന്നാൽ എന്താണ് പ്രശ്നം, സ്റ്റൈലിൽ നടക്കുന്നത്, അങ്ങനെ പല കഥാപാത്രങ്ങൾ പല സിനിമകളായിട്ട് ഇവരൊക്കെ പറഞ്ഞ അവിസ്മരണീയമൊക്കെ ഡയലോഗുകളുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഒരു തലമുറക്കാകെ കൊണ്ടു നടക്കാൻ പറ്റിയ ഡയലോഗുകൾ നൽകിയ താരമാണ്. അല്ലെങ്കിൽ ആ ഡയലോഗ് നൽകുന്നത് ഒരു പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്ററും കഥാകാരനാണെങ്കിൽ കൂടി അതിന് ജീവൻ നൽകിയത്, അതിനെ ഈ ഒരു ജീവനിലേക്ക് എത്തിച്ചത് സലീം കുമാർ തന്നെയായിരുന്നു, ഒരു പ്രതിഭ തന്നെയായിരുന്നു. പിന്നീട് പറഞ്ഞ പോലെ 2ാം പകുതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് കരയിപ്പിച്ചു. സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുന്നത് വലിയൊരു ഒരു പേടിയായിരുന്നു ഒരു മനുഷ്യനിൽ നിന്ന് ദേശീയ അവാർഡ് നേടുന്ന, സംസ്ഥാന അവാർഡ് നേടുന്ന, മികച്ച ഹാസ്യനടനുള്ള അവാർഡ് നേടുന്ന, അങ്ങനെ ഒരു വലിയ അവാർഡുകൾ നേടുന്ന, രാജ്യത്തെ 1ാം നിര നടന്മാരിലേക്ക് എത്തുന്ന ഒരു താരമായിട്ട് മാറാൻ സലീം കുമാറിനെ പറ്റിയിട്ടുണ്ട്. അത് നഷ്ടം നമുക്ക് നികത്താനാവില്ല. ഇവർക്കൊക്കെ ആര് പകരം വരും എന്ന് ആർക്കും പകരമാവില്ലല്ലോ. ഒരു സംശയമില്ലാത്ത പേരാണ്, ആർക്കും ആരും പകരമാവില്ല. സലീം കുമാറിനും ആരും പകരമാവില്ല. സലീം കുമാറിന് മലയാള സിനിമയിൽ പകരം വെക്കാൻ ആരും ഉണ്ടാവില്ല. സലീം കുമാറിന്റെ കഥാപാത്രങ്ങൾ ജീവിക്കും. നമുക്ക് ഇനിയും അദ്ദേഹത്തെ അങ്ങനെ കാണാൻ വേണ്ടി കഴിയും. മഹാരാജാസി പഠിക്കുമ്പോൾ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മിമിക്രിയിൽ സമ്മാനം നേടിയതിനു ശേഷമാണ് തനിക്ക് മിമിക്രിയിലൊരു ഭാവി ഉണ്ടെന്നും അതുവഴി സിനിമയിലേക്ക് എത്താമെന്നൊരു മോഹം ഉള്ളതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നതും അതിലേക്ക് എത്തി തുടങ്ങുന്നതും. ഇപ്പം ലിജിനിപ്പം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹവും അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയായിട്ടുള്ള ബന്ധം, ഷാഫി ആയിട്ടുള്ള ഒരു ബന്ധം സലീം കുമാർ എപ്പോഴും പറയുന്നുണ്ട്. അവരുടെ കൂട്ടിട്ടുള്ള ഒത്തിരി മികച്ച സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് ഈ കൊച്ചിൻ ഹനീഫയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിന് താൻ കാണാൻ പോയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പോലും ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോഴും അദ്ദേഹം ജീവനോടെ ഉണ്ട്, ഉൾക്കൊള്ളാനാവില്ല, ജീവനോടെ ഉണ്ട് എന്നറിയാനാണ് തന്നെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ പല സിനിമകളും അവരുടെ ഒരുമിച്ച് അഭിനയിച്ച പുലിവാൽ കല്യാണം എന്ന സിനിമയിലടക്കം തനിക്ക് കിട്ടേണ്ട കയ്യടിയുടെ എല്ലാം ഒരു പകുതിയോളം അതിനർഹിക്കുന്ന വ്യക്തി കൊച്ചിൻ ഹനീഫയാണെന്ന് പറയുന്നുണ്ട്. തനിക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഈഗോ ഇല്ലാതെ
തൻ്റെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കൊച്ചി ഹനീഫ എന്നും തനിക്കൊപ്പം നിന്ന് തന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ തനിക്കൊപ്പം നിന്നവരെ അല്ലെങ്കിൽ തന്നെ മുന്നോട്ട് നയിച്ചവരെയൊക്കെ സലീം കുമാർ എന്നും ഓർത്തെടുത്ത് സ്മരിക്കാറുണ്ട്. തന്നെ ഇപ്പൊ ലിജിം കുറച്ചും പറഞ്ഞ ട്രോളർമാരുടെ കാര്യം, ട്രോളർമാരെ ഇതുപോലെ ബഹുമാനിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. പല സിനിമകൾ 100K എത്തിയിട്ടുണ്ടെങ്കിലും 100K ട്രോളുകളെല്ലാം 100K അടിക്കുന്നത് സലീം കുമാർ വേണം. അത് കണ്ണസ്രാങ്ക് മുതൽ ഇങ്ങോട്ട് പ്യാരിയിൽ ആര് വന്നാലും ഏത് സാധനവും നമുക്കറിയാം. പിന്നെ രാജക്കണ്ണായാലും ഏത് മല്ലയിലെ എന്തായിരുന്നു ചട്ടമ്പിനാട്ടിലെ കഥാപാത്രമായാലും ഏത് സിനിമയായാലും എന്തായിരുന്നാലും അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. സലീം കുമാർ എന്നത് ട്രോളർമാരുടെ ഒരു ഭാഗ്യ, അല്ലെങ്കിൽ ട്രോളർമാർക്ക് വേണ്ടിയുള്ള ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ തഗ്ഗിന്റെ പറഞ്ഞല്ലോ, മാമുക്കയുടെ തഗ് ഡയലോഗുകൾ വേറിട്ട് നിൽക്കും. സലീം കുമാറിന്റെ ഓരോ ഡയലോഗുകൾ ഇതുപോലെ തന്നെ സ്ക്രിപ്റ്റ് വാക്കുകൾ വരുന്നത് ട്രോളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയമായിരുന്നു, അല്ലെങ്കിൽ ട്രോളർമാർക്ക് അടുത്ത് ആഘോഷിക്കാനുള്ള സാധനമായിരുന്നു. എവിടെയും കൊണ്ടുവെക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ട്രോളുകളെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പൊ ട്രോളിന്റെ കാര്യം തന്നെ എപ്പോഴും പറയാം, അത് അദ്ദേഹം ട്രോളർമാരുമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് തന്നെ ഇതുപോലെ ട്രോളർമാർ ആഘോഷിക്കുന്നതെന്ന് ഒരു തവണ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ നൽകിയ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ ചെയ്യുന്ന സിനിമകളിൽ അല്ലെങ്കിൽ താങ്കളുടെ വേഷത്തിൻ്റെ അതേ അദ്ദേഹത്തിൻ്റെ ഒരു ആംഗ്യഭാഷയും പറയുന്ന ഡയലോഗിനോടുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള അഭിനയവും അവിടെ കറക്റ്റായിട്ട് ടൈമിംഗ് അടക്കം വരുന്നുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ട്രോളർമാർക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഈ ട്രോളർമാരെ എന്നും സപ്പോർട്ട് ചെയ്തിരുന്നതാണ് എല്ലാ കാലത്തും. നമ്മൾ ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ തന്നെ അദ്ദേഹം സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ, ഇപ്പോൾ ആദാമിൻ്റെ മകൻ അബു ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെരുമഴക്കാലത്തിൻ്റെ അച്ഛനുറങ്ങാത്ത വീട്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ക്യൂൻ എന്ന സിനിമയിൽ അദ്ദേഹം ഒരു അഭിഭാഷകനായിട്ട് വളരെ മികച്ച റോൾ ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രോളർമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡയലോഗ് പറഞ്ഞാൽ സമൂഹത്തിൽ പ്രസക്തമായ ഒരുപാട് ചോദ്യങ്ങൾ വന്നൊരു കഥാപാത്രമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ വീണ്ടും ഈ സീരിയസ് കഥാപാത്രത്തിലേക്ക് വീണ്ടും ഒരു അഡ്വക്കേറ്റിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി ആർക്കും മറക്കാനാവില്ല, മീശോദാവില്ല അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. അതെങ്ങനെയാണ് വരുന്നതല്ല, അതിൻ്റെ ഒക്കെ ഇതിലേക്ക് വരുമ്പോൾ, ഈ പറഞ്ഞ ക്യൂനിലേക്ക് വരുമ്പോഴേക്ക് അദ്ദേഹം ആ സമയം തുടങ്ങി കുറെ പല ചോദ്യങ്ങളും ചോദിക്കുന്നു. പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ വരുന്ന ചോദ്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് ആ ഡയലോഗുകളൊക്കെ സ്ത്രീകൾക്ക് ആ സമയം അതാണ് ആ ഡയലോഗ് പ്രസന്റേഷൻ, അതിന്റെ ഡെലിവറിയുടെ ഒക്കെ ഇത് വരുമ്പോൾ ഈ സലീം കുമാർ എന്ന കഥാപാത്രത്തെ അതിപ്പോൾ വേറൊരു താരം ചോദിച്ചാലും വേറൊരു നടൻ വന്ന് അവിടുന്ന് ആ ചോദ്യം പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കില്ല. അത് നമ്മൾ അത്രത്തോളം ആഴ്ന്നിറങ്ങുമെന്ന് തോന്നുന്നില്ല. അത്രയും തന്മയത്തോടെ അത്രയും ഗാംഭീര്യത്തോടെ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ അത് ഈ സലീം കുമാർ തന്നെയാണ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ് പ്യാരിയായിട്ടും മണവാളനായിട്ടും നിന്ന് സലീം കുമാർ നമ്മൾ ഓർക്കണം. ഇത്രയും ഒരു ഗാംഭീര്യത്തോടെ ആ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ, സമൂഹത്തിലേക്ക് ചോദിക്കണമെങ്കിൽ ആ സലീം കുമാർ തന്നെയായിരിക്കണം. ഈ സിനിമയ്ക്കൊപ്പം തന്നെ നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയത്തിലും എന്നും രാഷ്ട്രീയത്തെ നെഞ്ചോടെ എനിക്ക് ചുരുക്കം ചില നടന്മാരെ അങ്ങനെ ഏത് ഘട്ടത്തിലും തൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാറുള്ളൂ. നമുക്ക് ഇന്നസെന്റിനെ കലാപൻ മണിയൊക്കെ ഇടതുപക്ഷത്ത് വേണ്ടി പറയാൻ പറ്റും. കോൺഗ്രസ് അല്ലെങ്കിൽ UDF-നൊപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു നടൻ അത് സലീം കുമാർ തന്നെയാണ്. അത് ഏത് ഘട്ടത്തിൽ കോൺഗ്രസ് തോൽവിയിലായാലും ജയത്തിലായാലും നിന്ന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഓടി നടന്ന് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പറവൂർ വി ഡി സതീശന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലെത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം പങ്കെടുത്തൊരു പൊതുയോഗം എന്ന് പറഞ്ഞത് ഈ സതീശന് നൽകിയ, മുഖ്യമന്ത്രി എത്തിയ സതീശന് നൽകിയ സ്വീകരണമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് പറയുന്നുണ്ടായിരുന്നു, സതീശനെ പറവൂർ ഇത്ര ആൾ MLA ആണ് ജയിപ്പിച്ചു വിട്ടത്, ഒരു മുഖ്യമന്ത്രിയെ ജയിപ്പിക്കാനുള്ള അവസരമാണ് വരുന്നത്, നമ്മളങ്ങ് ജയിപ്പിച്ചു തരും, ബാക്കി അങ്ങ് ആക്കണം എന്ന് പറഞ്ഞു. അത് അതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. തന്റെ പ്രിയ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കും കാണാൻ കൂടി അദ്ദേഹത്തിന് പറ്റിയെന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിന് ഞാൻ പറഞ്ഞത് ആ സാമൂഹ്യത്തിൽ അയാൾ മഹാരാജാസിലെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഇന്ന് ഞാനൊരു പോസ്റ്റ് ആലോചിക്കുമ്പോൾ ശ്രീധട്ടൻ്റെ പോസ്റ്റ്, ശ്രീ ദിവാകരൻ്റെ പോസ്റ്റിൽ പറയുന്നത് അവരൊക്കെ SFIക്കാരായിരുന്നെങ്കിലും KSUക്കാരനായ സലീം കുമാർ ഞങ്ങൾ SFIക്കാരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന് പുറമെ അത് മികച്ച ബന്ധങ്ങൾ സ്ഥാപിക്കാനും സൗഹൃദങ്ങൾ നിലനിർത്താനും പറ്റിയൊരു വ്യക്തിത്വം കൂടിയായിരുന്നു സലീം കുമാർ എന്ന് എടുത്തു പറയേണ്ടത്. ഇപ്പം ലിജിനിപ്പോൾ പറഞ്ഞ കക്ഷി രാഷ്ട്രീയത്തിന് പുറമെ എല്ലാ മേഖലയിലും തന്നെ ഒരു തലയെടുപ്പുള്ള നടനായിരുന്നു സലീം കുമാർ. അത് വളരെ ശരിയാണ്. ഒരിക്കലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ദേശീയ പുരസ്കാരം നേടി അദ്ദേഹം ജന്മനാട്ടിലെത്തിയപ്പോൾ, അത് പറവൂരിലെത്തിയപ്പോൾ തന്നെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആദരിക്കാനോ അവിടെ ഒരു കോൺഗ്രസ്സുകാരും ആരും ഉണ്ടായിട്ടില്ല. അന്ന് തന്നെ സ്വീകരിക്കാനോ ഒരു ചടങ്ങ് നടത്തുകയും ചെയ്ത DYFIക്കാരാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അന്ന് അത്ഭുതപ്പെട്ടു വരുന്നു. കാരണം വെച്ചാൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂടെ പറയുന്നുണ്ട്. താൻ ഒരു കുടുംബപരമായിട്ട് തൻ്റെ പിതാവും അടക്കെല്ലാവരും കോൺഗ്രസ്സുകാരനായിരുന്നു. അതേ പാരമ്പര്യത്തിലൂടെയാണ് കോൺഗ്രസ്സുകാരനായത്. ആ ഒരു പാരമ്പര്യം പിന്തുടരുകയാണ്. കോൺഗ്രസിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും പക്ഷേ എന്നെ സ്വീകരിച്ചതും ഈ
അവാർഡ് നേടിയിട്ട് വന്നപ്പോൾ തന്നെ സ്വീകരിച്ചതും മറ്റും DYFI എന്ന് പറയുന്നത്. പക്ഷെ അത് ആ ഒരു അദ്ദേഹത്തിന്റെ വിമർശനം കോൺഗ്രസ് പിൽക്കാലത്ത് അത് പരിഹരിക്കാൻ പറ്റി. അത് DYFIക്കാരാണ് സ്വീകരിച്ചെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, ഞാൻ കുടുംബമായിട്ടും അച്ഛൻ പിന്തുടർന്ന ആ കോൺഗ്രസ് പാരമ്പര്യം തന്നിലൂടെ മുമ്പോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലുപരി അദ്ദേഹം രാഷ്ട്രീയം ഉണ്ടായിരുന്നു, സിനിമയോടുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. കാരണം നമുക്കറിയാം, ഒരു സെറ്റിൽ നിന്ന് ഒരു വേറെ സെറ്റിലേക്ക് ആയ കാലത്ത്, അതിന് ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്തെല്ലാം അദ്ദേഹം ഓടി നടന്ന് അഭിനയിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് കിട്ടിയിരുന്ന കോമഡി വേഷങ്ങളിലും അതിനുശേഷം ഒരു പിൽക്കാലത്തിന് ശേഷം ഒരു പകുതി കാലഘട്ടത്തിന് ശേഷം ഈ സീരിയസ് റോളുകളിലേക്കും അതിനൊപ്പം കോമഡി റോളുകളിലേക്കും അച്ഛൻ റോളുകളിലേക്കും സഹോദരനായിട്ടും നായകൻ്റെ കൂട്ടുകാരനായിട്ടും അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വേഷം ചെയ്തു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ക്രൂഷ്യലായിട്ടതിന് ശേഷമാണ് അദ്ദേഹം കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ എന്ന സിനിമയിൽ തിരിച്ചുവരവ് നടത്തിയത്. മികച്ചൊരു അതിലും ഒരു നായികയുടെ പിതാവായിട്ടുള്ളൊരു വേഷമാണ്. അതിലും മികച്ചൊരു റോളോടെയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. നാദിർഷ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ നാദിർഷയാണ് അദ്ദേഹത്തെ രണ്ടാമതും തിരിച്ചു കൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് നാദിർഷയിലൂടെയാണ് തിരിച്ചു വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് മികച്ച സിനിമയുടെ ഭാഗമായി സാധിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും അദ്ദേഹം സിനിമയ്ക്കൊപ്പം തന്നെയായിരുന്നു. കാരണം മിമിക്രിയിലൂടെ തുടങ്ങി കലാഭവനിലടക്കം പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. തെങ്കാശിപ്പട്ടണമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ടേണിംഗ് പോയിന്റ് ആയത്. അതിനുശേഷം അദ്ദേഹം എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഏറ്റവും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച അവാർഡ് നേടിയ ഒരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടും മലയാള സിനിമയ്ക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. നമുക്ക് ഒരുപിടി ചിരിപ്പിച്ചും കരയിപ്പിച്ചും നമ്മളെ അഭിനയം കൊണ്ട് ഞെട്ടിപ്പിച്ച ഒരുപിടി കലാകാരന്മാർ നമുക്കുണ്ട്. അവരുടെ പലരുടെയും വേർപാട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഒരു വേർപാടാണ് നമുക്ക് മുൻപിൽ ഇപ്പോൾ ഉള്ള സലീം കുമാറിന്റെ കാര്യവും. തീർച്ചയായും ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സലീം കുമാർ സിനിമയിൽ പറയുന്നത് നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നന്ദി മാത്രമേ ഉള്ളൂ ഈ സിനിമയ്ക്ക്, കേരളത്തിന് വേണ്ടി.